Hello friends, welcome to Shali's kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡേറ്റ്സ് പിക്കിളായിട്ടാണ്. ഈന്തപ്പഴം പിക്കിള്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡേറ്റ്സ് പിക്കിളായിട്ടാണ്. ഈന്തപ്പഴം അച്ചാറായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഷാലിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പം നമുക്ക് ഡേറ്റ്സ് പിക്കിളിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായും ഡേറ്റ്സ് വേണം. ഞാനിതിപ്പോൾ ഒരു 2 കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 4-5 വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പം വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ചതച്ചത്. ഞാനിത് ചതച്ചിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ബൈറ്റ് ചെയ്യണ്ട, ബട്ട് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ടേസ്റ്റ് അച്ചാറിനുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചതച്ചിടുന്നത്. പിന്നെ കറിവേപ്പില കുറച്ച് കായപ്പൊടി, പിന്നെ നല്ലെണ്ണ വേണം നമുക്ക്. ഞാൻ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് വിനീഗറാണ്. ഞാൻ വിനീഗറും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഞാൻ ഈ ഡേറ്റ്സൊക്കെ ഒരു മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സീഡ് കളയണം കേട്ടോ, ഉള്ളിൽ കുരു കളഞ്ഞിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഉള്ളി, ഞാനത് ഭയങ്കരമായിട്ട് ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഇത് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യുക. നമുക്ക് ഇനി മസാലസൊക്കെ ഇടേണ്ടതാണ്. ഈ സമയത്ത് തീ നന്നായി കുറച്ച് വെക്കാം. ഓക്കെ, ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ മുളക് പൊടി ഇടുമ്പോൾ ചിലപ്പോൾ അത് കരിയാൻ ചാൻസ് ഉണ്ട്. നമുക്കിതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഓയിലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് ഇനി മുളക് പൊടി. ഞാൻ പിന്നെ ഈ പിക്കിളിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ചീത്തവാൻ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നില്ല. ഞാനിതും ഇതിൻ്റെ കൂടെ വിനീഗറാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗർ ഒഴിച്ചു. നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും ഈ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിനീഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ചിലപ്പോൾ വിനീഗറിൽ വെള്ളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് ഈ വിനീഗറിൽ വെള്ളം വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ്സ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇത് ഓഫ് ചെയ്യാം. വളരെ ഈസിയാണ്. ഒരു 10 മിനിറ്റ്സ് പോലും എടുക്കില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായി വിനീഗറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട വിട്ടിട്ട് മാറി വരും. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും. അത്ര രസമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് മറ്റുള്ള അച്ചാറിനെ പോലെ ഒരാഴ്ചയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നല്ല അടിപൊളിയായിട്ട് എല്ലാം കുറുക്കി വന്നിട്ടുണ്ട്. ഇത് ഫുൾ വറ്റിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോകണം. ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് നമ്മുടെ ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണത്. അപ്പം ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. ഞാനൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ കുപ്പി കഴുകി തുടച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ അതിലിടാൻ പാടുള്ളൂ. പിന്നെ അച്ചാർ തണുത്തതിന് ശേഷം മാത്രമേ കുപ്പിയിൽ ഇടാൻ പാടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചൂടാക്കി തണുപ്പിച്ച ഓയിൽ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അടിപൊളി ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഒരു 10 മിനിറ്റ്സ് പോലും എനിക്കിത് ഉണ്ടാക്കാൻ എടുത്തിട്ടില്ല. ബിരിയാണിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാം ഈസി ആയിട്ട് പോകുന്ന ഒരു നല്ലൊരു കോമ്പിനേഷനാണിത്. പിന്നെ നമ്മളെപ്പോഴും മാങ്ങ പിക്കിളും ലെമൺ പിക്കിളൊക്കെയാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കുറച്ചൊരു സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.